ഞാൻ ഇപ്പോൾ വന്നത് ആക്ച്വലി എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ വന്നതാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു UNIയുടെ ഒരു പിന്നാണെങ്കിൽ നേഴ്സുമാരുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം. ഞാൻ അതേപ്പറ്റി ഞാനും ഒരു നേഴ്സായതുകൊണ്ട് 2003 തൊട്ട് ഒരു പ്രവാസിയായ ഒരു നേഴ്സായതുകൊണ്ട് ഒരു മനോവിഷമമാണ് ഞാൻ പറയുന്നത്. നമ്മളെവിടെ ചെന്നാലും നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് നാട് വിട്ടത്. കേരളം വിട്ട് അന്യദേശത്ത് പോയി മറ്റുള്ളവരുടെ തുപ്പും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന കേരളം ഇന്ത്യക്കാർ എന്നുള്ള ഒരു നിന്നയേറ്റ് എന്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നിർവാഹമില്ല. നാട്ടിൽ കിടന്ന് ഇന്നലെ ഒരു നേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരുടെ മിനിമം വേജസ് എന്ന് പറയുന്ന 20,000 രൂപയാണ്. ഈ 20,000 രൂപയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടു, ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെടും. അവരുടെ 20,000 രൂപ എന്ന് പറയുന്ന ഇത്രയും തുച്ഛമായ ജോലി എത്ര മണിക്കൂർ കിടന്ന് കഷ്ടപ്പെടുകയും തീട്ടം, മലം, പിന്നെ മൂത്രം, അതുപോലെ മറ്റുള്ളവരുടെ തുപ്പും തെറിവിളി ഇതെല്ലാം നേഴ്സുമാർ കേട്ടാണ് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അത് നമ്മുടെ ഗവൺമെൻറ് ഒരു നേഴ്സ് പറയുന്നത് കേട്ടു, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തരാൻ തയ്യാറാണ്, പക്ഷേ എങ്കിൽ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല എന്ന്. ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഖജനാവിലോട്ട് നിറച്ചാൽ മതിയോ? ഈ പാവപ്പെട്ട ജനതകൾക്ക് ജീവിക്കണ്ടേ? പാവപ്പെട്ട പെൺപിള്ളേർക്ക് ജീവിക്കണ്ടേ? എത്രയോ പേര് പിന്നാണെങ്കിൽ സിംഗിൾ മദറായിട്ടുള്ളവരുണ്ട്, എത്രയോ പേര് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്തവരുണ്ട്, പേരൻസിനെ നോക്കേണ്ടിയവരുണ്ട്. ഇതൊന്നും എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? നമ്മുടെ കേരള ജനത ഒരിക്കലും മനസ്സിലാക്കത്തില്ല. അവരവരുടെ സുഖം, അവരവരുടെ സന്തോഷം മാത്രം മനസ്സിലാക്കുന്ന കേരളമേ. നേഴ്സുമാർക്ക് മിനിമം വേജസ് എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റാഫ് ആയിക്കോട്ടെ 20,000-ൽ തുടങ്ങണം. അതുപോലെ തന്നെ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് കൂട്ടിക്കൊടുക്കണം. ഒരു 40,000 50,000 രൂപയൊക്കെ സാലറി കിട്ടണം. നമ്മുടെ നാട്ടിൽ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ ഒരു ഏത് ടെസ്റ്റിനാണെങ്കിലും 1000-ൽ കുറഞ്ഞ കാര്യങ്ങളുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നേഴ്സുമാർക്ക് സാലറി കൊടുക്കാൻ പറ്റത്തില്ലയോ? തീർച്ചയായിട്ടും പറ്റും. അവരവരുടെ ഖജനാവ് നിറയ്ക്കണം. അതുകൊണ്ട് അപ്പം നേഴ്സ് കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാത്തവരാ കിട്ടുന്ന 10,000 ആട്ടെ എന്നോർത്ത് ഓടിച്ചെല്ലുന്നതാണ്. അത് ഇവർക്ക് ഈ ഹോസ്പിറ്റലുകാർക്ക് തണൽ, പലർക്കും പേരൻസിനെയോ അല്ലെ കുഞ്ഞുങ്ങളെയോ ഒക്കെ ഇട്ടേച്ച് ദൂരേക്ക് പോകാൻ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ പിടിച്ച് നിൽക്കുന്നത്, ഇവിടെ നാട്ടിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞ് അവരുടെ ചോര നീരാക്കിയ ഇത് ഒന്നും അനുഭവിക്കാനെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ്. ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ദോഷം. നേഴ്സുമാരോട് മാലാഖ എന്ന് പറയുന്നവരോട് എനിക്ക് ദേഷ്യമാണ്. എന്തോ മാലാഖ എന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രവൃത്തിയിലാണ് വേണ്ടത്, അല്ലാതെ വായും കൊണ്ട് എന്തും ആർക്കും പറയാം, പക്ഷേ പ്രവൃത്തി കൊണ്ട് കാണിക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് കേരള ഗവൺമെൻറ്റിനോട്, പ്ലീസ് നേഴ്സുമാർക്ക് അർഹതപ്പെട്ട സാലറി അവർക്ക് കിട്ടണം, അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കേരള ഗവൺമെൻറ്റിന് നല്ല ബുദ്ധി കൊടുക്കാൻ.